الحمدللہ رب العالمین نحمده ونستعینه ونستهدیه ونسترشده ونؤمن به ونتوکل علیه ونعوذ باللہ تعالی من شرور انفسنا ومن سیئات اعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف صدق الله. സ്നേഹധന്യരായ സത്യവിശ്വാസി വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ കൈകൊണ്ട് ജീവിതത്തെ മുഴുവൻ ചിട്ടപ്പെടുത്തണമെന്ന്, ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മളുടെ ബാധ്യതകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. റസൂലിനോടുള്ള ബാധ്യതകൾ വിശദീകരിക്കുന്നിടത്ത് ഇത്തിബാഉർ റസൂൽ, റസൂലിനെ പിൻപറ്റൽ, ഇതാഅത്തുർ റസൂൽ, റസൂലിനെ അനുസരിക്കൽ, മഹബ്ബത്തുർ റസൂൽ, റസൂലിനെ സ്നേഹിക്കൽ, മഅരിഫത്തുർ റസൂൽ, റസൂലിനെ അറിയൽ, ഇതിങ്ങനെ പല തലവാചകങ്ങൾക്ക് കീഴിൽ പണ്ഡിതന്മാർ വിശദീകരണങ്ങൾ നൽകുന്നതായി കാണാൻ സാധിക്കും. അതിൽ റസൂലിനെ അറിയുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലത്തെയും ദേശത്തെയും പ്രദേശത്തെയും മനസ്സിലാക്കുക എന്നുള്ളത് ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിനെയും വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെയും തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സഹായകമാകുന്ന ഘടകങ്ങളാണ്. എന്തുകൊണ്ടാണ് റസൂൽ അവസാനത്തെ റസൂലായി മക്കയിൽ ഖുറൈശിയായി പിറക്കുന്നത് എന്നുള്ളത്
ആലോചന അർഹിക്കുന്ന ഒരു വിഷയമാണ്. എന്തായിരുന്നു ഖുറൈശികളുടെ പ്രത്യേകത? മറ്റാർക്കുമില്ലാത്ത ഒരു ആഭിജാത്യവും ഔന്നത്യവും ഒക്കെ അവർക്ക് ലഭിക്കാനുണ്ടായിരുന്ന സാമൂഹികമായ കാരണങ്ങൾ എന്തായിരുന്നു? നമ്മളതിന് പറയാറുള്ളത് മക്കയിൽ കഅബയുടെ ഊരാളന്മാരായിരുന്നു അവരായിരുന്നു ഹാജിമാർക്കും മറ്റുമൊക്കെയുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ ഒരുക്കിയിരുന്നത്. അതുമൂലം അവർക്ക് ലഭിച്ച ഒരു മേൽക്കൈ എന്നത് മാത്രമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ റസൂലിൻ്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന് 16 മക്കളാണ് ഉണ്ടായിരുന്നത്. ആ 16 മക്കളിൽ പ്രസിദ്ധരായിരുന്നത് 5 പേരാണ്. 5 പേരിൽ ഒരാൾ നബിയുടെ ഉപ്പ അബ്ദുള്ളയായിരുന്നു, മറ്റൊരാൾ ഹംസയായിരുന്നു, മറ്റൊരാൾ അബ്ബാസ് ആയിരുന്നു. അതുപോലെ തന്നെ അബൂലഹബ് അക്കൂട്ടത്തിൽ അറിയപ്പെട്ട ഒരാളായിരുന്നു. അബൂ ത്വാലിബ് അക്കൂട്ടത്തിലെ വളരെ പ്രധാനിയായിരുന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്നുള്ളത് ഒരു കുടുംബത്തിൻ്റെയോ ഒരു ഗോത്രത്തിൻ്റെയോ ഒരു നേതാവ് എന്നുള്ളതിനേക്കാൾ ഒരു മക്കക്കാരൻ എന്നുള്ള ഒരു മേൽവിലാസം പൂർണ്ണമായി കൈയടക്കിയവരാണ്. പക്ഷേ അബ്ദുൽ മുത്തലിബിന് ആ പദവി എങ്ങനെയാണ് ലഭിക്കുന്നത്? അബ്ദുൽ മുത്തലിബ് ഹാഷിം ഇബ്നു അബ്ദു മനാഫിൻ്റെ മകനാണ്. അപ്പോൾ ഹാഷിമിൻ്റെ മകനായ അബ്ദുൽ മുത്തലിബാണ്. ഹാഷിം ആരാണ് എന്നറിയണമെങ്കിൽ അബ്ദു മനാഫിനെ കുറിച്ച് അറിയേണ്ടി വരും. കാരണം അബ്ദു മനാഫാണ് മക്കക്കാരിൽ പ്രധാനിയായ ഖുസയ്യ് ഇബ്നു കിലാബിൻ്റെ 2ാമത്തെ മകൻ. ഖുസയ്യ് എന്ന പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ഇത് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയെക്കുറിച്ച് പറയുമ്പോൾ ഈ പേരൊക്കെ ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ ഖുസയ്യ് ഏകദേശം 350 വർഷത്തോളം, ചില ചരിത്രരേഖകളനുസരിച്ച് 500 വർഷത്തോളം മക്ക അതല്ലെങ്കിൽ ഖുറൈശികളുടെ കയ്യിൽ നിന്ന് മക്കയുടെ ഭരണം നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ചെടുത്തു കൊടുത്ത പ്രധാനിയായ നേതാവായിരുന്നു. അതായത് ഹുസാ ഗോത്രക്കാരുടെ കീഴിലായിരുന്നു ഏകദേശം 460 കൊല്ലത്തോളം കഅബയും അതുപോലെ തന്നെ മറ്റ് അവിടെയുള്ള അനുബന്ധ പ്രവർത്തികളും എന്നൊക്കെയാണ്. ഹുസാ ഗോത്രക്കാർ മക്ക കീഴടക്കുകയാണ്. ഈ കീഴടക്കാൻ വരുന്ന സമയത്ത് മക്കക്കാർ മുഴുവൻ സംസം മറമാടുന്നു, അതല്ലെങ്കിൽ സംസം മൂടി വെക്കുന്നു. സംസം മൂടി വെച്ചത് പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എവിടെയാണ് എന്ന് മൂടി വെച്ചവർക്ക് പോലും അറിയാത്ത അവസ്ഥയുണ്ട്. പിന്നീടാണ് ഖുസയ്യ് ഇബ്നു കിലാബിൻ്റെ നേതൃത്വത്തിൽ എത്രയോ വർഷം കഴിഞ്ഞിട്ട്, ഇപ്പോൾ നമ്മൾ ഗസയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു ചരിത്രമാണത്. 500 വർഷത്തോളം ഖുസാഅക്കാരുടെ കീഴിലായിരുന്ന മക്കയുടെ ഭരണമാണ് പിന്നീട് ഖുസയ്യ് ഇബ്നു കിലാബിൻ്റെ നേതൃത്വത്തിൽ ഖുറൈശികൾ തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ മേൽവിലാസം ആരിൽ നിന്ന് തട്ടിയെടുത്താലും പിന്നീട് പടച്ചവൻ്റെ ഒരു നടപടിക്രമമുണ്ട്. ഇപ്പോൾ ഗസയാകട്ടെ, പലസ്തീനാകട്ടെ, ഖുദ്സാകട്ടെ, അത് നമ്മളിങ്ങനെ കാണുമ്പോൾ ഇപ്പോഴേ ഇസ്രായേൽ കീഴടക്കിയതൊന്നും പറയുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. അനധികൃതമായി കൈയടക്കിയത് ചരിത്രപരമായി തന്നെ അത് ഖുറൈശികളിലേക്ക് തിരിച്ചു വന്ന ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരുടെ പിതാമഹൻ, അതായത് ഖുസയ്യ് ഇബ്നു കിലാബിൻ്റെ, ഖുസയ്യ് എന്നുള്ള പേരിനർത്ഥം അങ്ങേയറ്റത്തുള്ളത് എന്നാണ്. ഖുസയ്യ് ഇബ്നു കിലാബിൻ്റെ യഥാർത്ഥ പേര് സയ്യിദ് എന്നാണ്. അദ്ദേഹം മക്കയിൽ ജനിച്ചുവെങ്കിലും ഷാമിലാണ് ജനിച്ച് വളർന്നത്. പിന്നീട് ഒരു പ്രായമെത്തുമ്പോൾ അദ്ദേഹം ഇവിടേക്ക് വരികയും ആളുകളെ സംഘടിപ്പിക്കുകയും ഹുസാ ഗോത്രക്കാരിൽ നിന്ന് മക്കയുടെ ഭരണം തിരിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയുന്ന മറ്റൊരു പേര് മുജമ്യ എന്നാണ്. മുജമ്യ, എല്ലാവരെയും ഒരുമിപ്പിച്ച ആൾ. അതുവരേക്കും മക്കക്കുള്ളിൽ ആളുകൾ താമസിക്കുമായിരുന്നില്ല എന്ന്. അദ്ദേഹമാണ് പിന്നീട് അതിനെ 4 ഭാഗമാക്കി തീർക്കുകയും
ഏത് ഗോത്രത്തോടാണോ പൊരുതിയത്, ഹുസാ ഗോത്രത്തോടാണ് പൊരുതിയത്, അവരിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുകയും അതുവരേക്കും ഉണ്ടായിരുന്ന കച്ചവട ബന്ധങ്ങളും മറ്റും ഹുസായുമായി തുടരുകയും അതേസമയം കീർത്തിയും ഷറഫും മേന്മയും മേൽക്കോയ്മയും എല്ലാം ഖുറൈശികൾക്ക് തിരിച്ചുപിടിക്കുകയും ശേഷം മക്കക്കാരിൽ ഒരു കൂട്ടരെ 2 ഭാഗം, മക്കയെ 4 വിഭജിച്ചുകൊണ്ട് അതിൽ 2 ഭാഗം ഖുറൈശികൾക്ക്, ഒരു ഭാഗം ഹുസാഅക്കാർക്ക്, മറ്റൊരു ഭാഗം മൊത്തം ജനങ്ങൾക്ക്, ഇങ്ങനെ വിഭജിച്ചത് അദ്ദേഹമാണ്. ഇപ്പം നമ്മൾ പറയും ഇത് എന്തിനാണ് ഇപ്പോൾ ഈ ചരിത്രമൊക്കെ നമ്മൾ അറിയേണ്ട ആവശ്യം? അപ്പം നമ്മുടെ ഒരു ചരിത്ര പഠനത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ലോക ചരിത്രവും ഇസ്ലാമിക ചരിത്രവും ഒരു ബന്ധമില്ലാതെ പഠിക്കുന്ന കൂട്ടരാണ് നമ്മൾ. അങ്ങനെയാണ് നമ്മുടെ ചരിത്രം മുഴുവൻ. മദ്രസയിൽ ആരാണ് ഒന്നാമത്തെ മനുഷ്യൻ എന്ന് ചോദിച്ചാൽ ആദം നബി അലൈഹി സ്വലാം എന്ന് പറയും. സ്കൂളിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് വേറെ ഉത്തരമായിരിക്കും. ഇതിങ്ങനെ ഒത്തുപോകില്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനാകുന്ന സമയത്ത്, ഈ ലോകത്ത് പിറന്നു വീഴുന്ന സമയത്ത്, ലോകത്ത് മൊത്തം അങ്ങനെ ഒരു റസൂൽ വരേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം അതുവരേക്കും ബനൂ ഇസ്രായേൽ മക്കളിലാണ് പ്രവാചകന്മാരുടെ പരമ്പരയെങ്കിൽ അത് ബനൂ ഇസ്മായിലിൻ്റെ മക്കളിലായി ഇത് വരുന്നതിൻ്റെ പിന്നിലുള്ള കാരണം വളരെ കൃത്യമാണ്. ആ കാരണങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ ചരിത്രം പഠിക്കുന്നവർക്ക് ഈ സിൽക്ക് റൂട്ട് എന്നുള്ളൊരു റൂട്ടിനെ കുറിച്ച് വളരെ പരിചിതമാണ്. അതായത് ഫാർ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ ജപ്പാനിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി, അതല്ലെങ്കിൽ ചൈനയിൽ നിന്നെങ്കിലും പ്രധാനമായും തുടങ്ങി മെഡിറ്ററേനിയൻ ഭാഗങ്ങൾ, അതല്ലെങ്കിൽ യൂറോപ്പിനെ കണക്ട് ചെയ്യുന്ന വഴിയാണ് നമ്മൾ സിൽക്ക് റൂട്ട്, പട്ടുതുന്നിപ്പാത എന്ന് മലയാളത്തിൽ പറയും. 6400ഓളം കിലോമീറ്റർ വരുന്ന ഈ പാതയിലൂടെയാണ് ലോകത്ത് വ്യാപാരം നടന്നിരുന്നത്. അതായത് മൊത്തം റോമക്കാരുടെ, അതല്ലെങ്കിൽ യൂറോപ്യരുടെ എന്നൊക്കെ പറയുന്ന ഒരു മേധാവിത്വം നിലനിന്നിരുന്നൊരു കാലം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജനനത്തിൻ്റെ ഏകദേശം 700 കൊല്ലം മുമ്പൊക്കെയുള്ള കാലം. ഈ കാലഘട്ടത്തിൽ പേർഷ്യക്കാർക്ക് അപാരമായ മേധാവിത്വം ലഭിക്കുകയും ഈ സിൽക്ക് റൂട്ട് അവർ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിൽക്ക് റൂട്ട്, അങ്ങനെ യൂറോപ്യരുടെ മേധാവിത്വം പൂർണ്ണമായി പേർഷ്യക്കാർ കൈയടക്കി. ഇങ്ങനെ കൈയടക്കിയ ഘട്ടത്തിൽ അന്ന് മറ്റൊരു വഴി, ഒരു നോർത്തേൺ സിൽക്ക് റൂട്ട് അവർ കണ്ടുപിടിച്ചു. പക്ഷെ അത് ശൈത്യകാലത്ത് സഞ്ചരിക്കാൻ പറ്റില്ല, കാരണം സൈബീരിയ വഴി കടന്നു പോകണം. അപ്പോൾ ശൈത്യകാലത്ത് ആ കച്ചവടം നടക്കില്ല, ആ റൂട്ട് അത്ര ഫലവത്തല്ല. കുറച്ചുകൂടി ശക്തമായപ്പോൾ പേർഷ്യക്കാർ അതും മുറിച്ചു എന്നാണ്, അതായത് അതും കൈയടക്കിയെന്നാണ്. അങ്ങനെയാണ് ഒരു സീ സിൽക്ക് റൂട്ടിനെ കുറിച്ച്, കടൽ മാർഗമുള്ള ഒരു പട്ടുതുന്നിപ്പാതയെക്കുറിച്ച് പിന്നീട് യൂറോപ്യന്മാർ ആലോചിക്കുന്നത്. അങ്ങനെയാണ് ചൈനയിൽ നിന്ന് ഇന്ത്യ വഴി, ഇന്നിപ്പോൾ നമ്മൾ പോകുന്ന ഈ അറേബ്യൻ ഗൾഫ് എന്നൊക്കെ പറയുന്ന ഈ വഴിയിലൂടെ പോയി അദനിലെത്തുകയും, യമൻ കേന്ദ്രീകരിച്ചുള്ള പ്രദേശത്ത് അദനിലെത്തുകയും അവിടേക്ക് എത്യോപ്യയിൽ നിന്നുള്ള, ഇന്നത്തെ എത്യോപ്യ അന്നത്തെ അബസീനിയയിൽ നിന്നുള്ള കച്ചവടക്കാരെത്തുകയും അബസീനിയയിൽ നിന്ന് വരേണ്ടുന്ന ചരക്കുകൾ അദനിലേക്ക് എത്തുകയും അവിടെ നിന്ന് അയലാത്തിലേക്കും ഇന്നത്തെ ഗസയിലേക്കുമൊക്കെ പോയി അവിടെ നിന്ന് മെഡിറ്ററേനിയൻ സീ വഴി യൂറോപ്പിലേക്കും പോകുന്ന കടൽ വഴിയുള്ള പട്ടുതുന്നിപ്പാതയുണ്ടായത്. ഈ സംഗതിയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയ യമൻ എന്ന് പറയുന്ന പ്രദേശം, അതല്ലെങ്കിൽ അദൻ എന്ന് പറയുന്ന പ്രദേശം, അവർ പിന്നീട് അവിടെയും പേർഷ്യക്കാരുമായുള്ള അവരുടെ ആധിപത്യം വരുന്നൊരു കാലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽ ഒരാളായിരുന്ന അബ്ദുമനാഫ് എന്ന് പറയുന്നത്, ഹാഷിം ഇബ്നു അബ്ദുമനാഫ് എന്നുള്ളത് അബ്ദുൽ മുത്തലിബിൻ്റെ ബാപ്പയാണ്. ഹാഷിം ഇബ്നു അബ്ദുമനാഫ് അവിടെ കാണുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, കാരണം ഈ റോമക്കാരുടെ, യൂറോപ്യന്മാരുടെ എല്ലാ തരത്തിലുമുള്ള കച്ചവട ഗതാഗതങ്ങളും നിലച്ചു. കാരണം വീണ്ടും പേർഷ്യക്കാരുടെ ആധിപത്യത്തിലേക്ക് കാര്യം വന്നു. അതുകൊണ്ടാണ് ഈ ഖുർആൻ, ഈ ഗുലിബത്തിർ റൂം, ഈ റോമക്കാരുടെയും പേർഷ്യക്കാരുടെയും കാര്യമൊക്കെ ഖുർആനിൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ പറയാനുള്ളൊരു കാരണം അതാണ്. നമ്മൾ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ചൽ ഈലാഫി ഖുറൈശികളുടെ ഈലാഫ് എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ ഖുറൈശികളുടെ ഇണക്കം എന്നൊക്കെയാണ് പറയുക. ഈലാഫ് എന്ന് പറഞ്ഞാൽ ഇണക്കം എന്നല്ല അർത്ഥം.
ഇലാഫ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായിരുന്ന ഈ ഹാഷിം ഇബ്നു അബ്ദു മനാഫ് നടത്തിയിരുന്ന വ്യത്യസ്ത രാജ്യക്കാരുമായുള്ള മക്കക്കാരുടെ ട്രീറ്റി ഉണ്ടാക്കൽ. ഇലാഫ് വല്ലാഹ് അൻഫറിൻ്റെ പുസ്തകമുണ്ട്, റബീഉൽ അവ്വൽ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിൽ നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ അർത്ഥത്തിലും പട്ടിണി മാത്രമുണ്ടായിരുന്ന മക്ക എന്ന് പറയുന്ന ഒരു പ്രദേശം, അത്രത്തോളം പട്ടിണിയുള്ള പ്രദേശമാണ് മക്ക. കാരണം ഒന്നുമില്ല അവിടെ. എങ്ങനെയാണ് മക്കക്കാർക്ക് കച്ചവടം ഉണ്ടായത്, മക്കക്കാർക്ക് എങ്ങനെയാണ് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചാൽ ലിഈലാഫി ഖുറൈശ്, ഖുറൈശികൾക്കുണ്ടായ ഈ വ്യാപാര ബന്ധങ്ങൾ എന്നാണ് അതിനർത്ഥം. ഹാഷിം ഇബ്നു അബ്ദു മനാഫ് നടത്തുന്ന ഈ ശ്രമങ്ങൾ, ഹാഷിം ഇബ്നു അബ്ദു മനാഫ് പേർഷ്യക്കാരുമായി ബന്ധത്തിലെത്തുകയും, എന്നാൽ പേർഷ്യക്കാരത് ഗസയിലേക്കാണ് എന്നുണ്ടെങ്കിൽ, ഗസ എന്നുള്ളത് അവിടുത്തെ പോർട്ടാണ് കേട്ടോ, പ്രദേശമല്ല. കാരണം അവിടുന്ന് മെഡിറ്ററേനിയൻ സീ വഴി യൂറോപ്പിലേക്ക് പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ മക്കയിൽ കൊണ്ടുപോയി വിറ്റോ എന്നാണ് പറഞ്ഞത്. പക്ഷെ മക്കയിൽ ഇത് വാങ്ങിക്കാൻ ആളില്ല. അങ്ങനെ ഹാഷിം ഇബ്നു അബ്ദു മനാഫ് എന്ത് ചെയ്തു? അദ്ദേഹം റിഹ്ലത്ത് ശിതാ വസ്സൈഫ്, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, റിഹ്ലത്ത എന്നല്ല, രണ്ട് യാത്രയല്ല, ഒറ്റ യാത്ര തന്നെയാണ്. ഷിതായിലെയും സൈഫിലെയും യാത്രകൾ, അദനിൽ നിന്ന് ചരക്കെടുത്തുകൊണ്ട് മക്കയിൽ സൂക്ഷിക്കുകയും പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞ് അതേ ചരക്ക് കൊണ്ടുപോയി ഗസയിൽ പോയി വിൽക്കുകയും ചെയ്യുന്ന വ്യത്യസ്തമായ, ഗസ എന്ന് പറയുന്ന ഇന്നത്തെ ഫലസ്തീൻ്റെ ഭാഗം, അങ്ങനെ വ്യത്യസ്ത റോമൻ രാജ്യങ്ങളുമായി, വ്യത്യസ്ത ഗോത്രങ്ങളുമായി, മദീനയിലെ മക്കയിലെ വ്യത്യസ്തരായ സമീപ പ്രദേശത്തുള്ള വ്യത്യസ്ത ഗോത്രങ്ങളുമായി ഖുറൈശികൾ സഖ്യമുണ്ടാക്കിയിരുന്നു. എങ്ങനെ? നിങ്ങളുടെ സ്വനമുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഗ്രഹങ്ങളിൽ ഒന്നിനെ നമ്മൾ കഅബയിൽ പാർപ്പിക്കാം, ഞങ്ങളതിനെ സംരക്ഷിച്ചോളാം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കച്ചവടം ചെയ്തോളാം. ഈ കച്ചവട ബന്ധത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒന്നുമില്ലാതിരുന്ന മക്ക എന്ന് പറയുന്ന പ്രദേശം, അതായത് സിൽക്ക് റൂട്ട് കട്ടാക്കപ്പെട്ട ഒരു സമയത്ത് അതിനിൽ നിന്നുള്ള വ്യാപാരം, അതല്ലെങ്കിൽ ഗതാഗതം ഗസയിലേക്ക് പോകേണ്ടതിന് പകരം അവിടെ നിന്ന് ശേഖരിക്കുന്നത് മക്കയിൽ കൊണ്ടുവന്ന് വെക്കുകയും മക്കയിൽ നിന്ന് പിന്നീട് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ പ്രക്രിയ, ഈ ഇലാഫിഹിം റിഹ്ലത്ത ശിതാഇ വസ്സൈഫ്, വ്യത്യസ്ത യാത്രകളിലൂടെ അവർ സാധിച്ചെടുത്ത ഈ വ്യാപാര ബന്ധങ്ങൾ. അതുകൊണ്ട് അള്ളാഹ് പറയുന്നത് ഫല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, നിങ്ങൾക്ക് ഇതിന് കാരണക്കാരൻ, നിങ്ങൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്, നിങ്ങൾ ഇതിന് യോഗ്യരാക്കിയത് എന്താണ്, നിങ്ങൾ കഅബയുടെ ആൾക്കാരാണ് എന്നുള്ള നിങ്ങളുടെ മേൽവിലാസമാണ് നിങ്ങൾക്ക് ഈ വ്യാപാര ബന്ധം സാധ്യമാക്കിയത്. ഒരാൾക്ക് സഞ്ചരിക്കണമെങ്കിൽ, ഒരു കച്ചവടക്കാരന് സഞ്ചരിക്കണമെങ്കിൽ 3 എസ്കോർട്ട് വേണ്ട കാലമാണത്. 3 ആളെ എസ്കോർട്ട് വെക്കേണ്ട കാലമാണ്. അന്നായിരുന്നു ഖുറൈശികൾക്ക് ഒരാളുടെ പോലും സുരക്ഷയില്ലാതെ, സെക്യൂരിറ്റി ഇല്ലാതെ, എസ്കോർട്ട് ഇല്ലാതെ കച്ചവട ബന്ധങ്ങൾ നിലനിർത്താൻ സാധിച്ചു. മക്കയിലെ എല്ലാ ആളുകളും ഈ വ്യാപാര ബന്ധങ്ങളും അഭൂതപൂർവമായ, ഇവർക്ക് ഇതുവരേക്കും അവർ പരിചയിച്ചിട്ടില്ലാത്തതായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹാഷിം ഇബ്നു അബ്ദു മനാഫിൻ്റെ കാലത്ത്, ആദ്യകാലത്തെ മക്കയുടെ പട്ടിണിയെക്കുറിച്ച് നമ്മൾ അറിയണം. കാരണം എല്ലാ നാട്ടിൽ നിന്നും ആളുകൾ, ഇബ്രാഹിം നബിയുടെ കാലം മുതൽക്കേ ഹജ്ജുണ്ട്. 1.5 മാസത്തോളം മാത്രമേ മക്ക ആക്റ്റീവായിട്ട് നിൽക്കുള്ളൂ. പിന്നെ വല്ലപ്പോഴും ഉംറക്കൊക്കെ വേണ്ടിയിട്ട് വരുന്ന എല്ലാ ആളുകളും ഉണ്ടെങ്കിൽ ഉണ്ടാവും. അന്ന് ഹാഷിം ഇബ്നു അബ്ദു മനാഫിൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചൊരു തീരുമാനമുണ്ട്. കാരണം മക്കയിൽ എന്തെങ്കിലും ഒരു വിൽപ്പനയും കച്ചവടമൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ, ഉംറ ചെയ്യുന്ന ആളുകൾ മക്കയിലെ വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രം ധരിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ വന്ന് ഇവിടെ നിന്ന് വാങ്ങിയ വസ്ത്രം കൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് വാങ്ങുന്ന ഭക്ഷണം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇതൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്ന, അത്രത്തോളം വലിയൊരു സാമ്പത്തികമായ ദുരവസ്ഥയിലായിരുന്നു മക്ക ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വലിയ അനുഗ്രഹം കൊണ്ട് മക്ക എന്ന് പറയുന്ന പ്രദേശം, നേരത്തെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ വലിയ പ്രാർത്ഥനയുണ്ട്, അവിടേക്ക് ലോകത്തെ എല്ലാ കാര്യങ്ങളും എത്തിക്കണമേ, ആ പ്രദേശത്തെ ഫലഭൂയിഷ്ടമാക്കണമേ, അവിടെയുള്ള ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരം നടക്കുന്നത് യഥാർത്ഥത്തിൽ ഖുറൈശികളിലൂടെയാണെന്ന് പറഞ്ഞാൽ ഖുറൈശികളിലൂടെ അള്ളാഹ് നടപ്പാക്കുകയാണ്.
ഇതാണ് അവരുടെ അഭിവൃദ്ധിയുടെ കാരണം. ഈ അഭിവൃദ്ധി സ്വാഭാവികമായും ഒരുപക്ഷെ അവരുടെ ചുറ്റുമുള്ള മറ്റു മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് അവരെത്തിച്ചു. ആ സാമ്പത്തിക അവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ, മക്കയിലെ പ്രമാണിമാരായ ആളുകൾക്ക് ഏകദേശം 20ഓളം ആളുകൾ, 10 പേര് വിശറി വീശി കൊടുക്കാനും 10 പേര് സൂര്യന് മറപിടിക്കാനുണ്ടായിരുന്നു എല്ലാ യജമാനന്മാർക്കും. അല്ലാതെ മക്കയിൽ യജമാനന്മാരും പ്രഭുക്കളൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇല്ല. ഈ സാഹചര്യത്തിൽ അതുവരേക്കും ദരിദ്രനാരായണന്മാരായി കഴിഞ്ഞിരുന്ന മനുഷ്യന്മാർ, കഅബയുടെ ഊരാളന്മാരെന്നുള്ള ഒരു മേൽവിലാസം ഉണ്ടായിരുന്നവർ, എല്ലാവിധ ദുർവൃത്തികളും അവരിലേക്ക് കടന്നു വരാൻ തുടങ്ങി. കാരണം സമ്പത്തിൻ്റെ ധാരാളിത്തം. അതുപോലെ തന്നെ പല വിഷയങ്ങളിലുമുള്ള, പെണ്ണിൻ്റെ വിഷയമാകട്ടെ, വ്യഭിചാരത്തിൻ്റെ വിഷയമാകട്ടെ, അതുപോലെ തന്നെ തഫാഹുറിൻ്റെയും തക്കാസുറിൻ്റെയും, അതായത് പൊങ്ങച്ചത്തിൻ്റെയും മാത്സര്യത്തിൻ്റെയും വിഷയമാകട്ടെ, 20-22 മീറ്റർ നീളമുണ്ടായിരുന്നു എന്നാണ് അവർ ഈ വസ്ത്രം വലിച്ചിഴക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കൂടുതൽ കാണാം. എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ, മക്കയിലെ പ്രഭുത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിരുന്നു കിസ്റയെ അനുകരിച്ചുകൊണ്ട് 20 മീറ്ററോളം ഒരാൾ നടന്നു പോയാൽ അയാളുടെ പുറകിൽ ആ വസ്ത്രം ഇങ്ങനെ നീണ്ടിങ്ങനെ നിവർന്നിങ്ങനെ പോകും മണ്ണിലൂടെ. അത് പിടിച്ചു നടക്കാൻ തന്നെ ആൾക്കാരുണ്ടാവും. അതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ബാലുൽ ഇസാർ എന്ന് പറയുന്നത്. അതായത് വസ്ത്രം വലിച്ചിഴക്കൽ അത്ര വലിയ അഹങ്കാരത്തിൻ്റെ ലക്ഷണമായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറവിയിലേക്ക്, അതല്ലെങ്കിൽ റസൂലിൻ്റെ നിയോഗത്തിലേക്ക് നയിക്കുന്ന എല്ലാ കാരണങ്ങളും ഉണ്ടാകുന്നത്. കാരണം ഈ ലോകത്ത് ഏകദൈവത്വത്തിൻ്റെ കേന്ദ്രമായി ഈ ഭൂമിയിൽ ആദ്യമായി പണിതുയർത്തപ്പെട്ട ഭവനം, ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. പിന്നീട് ഒരു ചരിത്രസന്ധിയിൽ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ അയച്ചുകൊണ്ട് അതിൻ്റെ അസ്ഥിവാരത്തിൽ നിന്ന് വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ. എത്ര ദൂരത്ത് നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമോടൊക്കെ വരുന്നതെന്ന് ആലോചിക്കണം. ഇറാഖിൽ ജനിച്ച, ഫലസ്തീൻ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച, ട്രാൻസ്ജോർദൻ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച ഒരു പ്രവാചകൻ മക്കയിൽ വരേണ്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നീടൊരിക്കൽ പിറക്കേണ്ടുന്ന ഒരു പ്രവാചകൻ, ഈ ലോകത്തിൻ്റെ വെളിച്ചമായി വരേണ്ടുന്ന, അജയ്യമായി നിലകൊള്ളേണ്ടുന്ന പ്രകാശത്തിൻ്റെ, ഈ ലോകത്തെ ഏറ്റവും മികച്ച മഹൽ വ്യക്തിത്വത്തിൻ്റെ കാരണമായി വരേണ്ടുന്ന ഒരു പ്രവാചകൻ്റെ ജനനത്തിലേക്ക്, നിയോഗത്തിലേക്ക് കാരണമായ ഒരു ഹിജറയായിരുന്നു പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിലേക്ക് വന്ന ആ യാത്ര എന്ന് പറയുന്നത്. അവിടെ ദൈവത്വത്തിൻ്റെ കേന്ദ്രമായി, ഏകദൈവത്തെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന കേന്ദ്രമായി അതിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിനെ പുനഃസ്ഥാപിച്ചു. എന്നല്ല അവിടെ മനുഷ്യന്മാരില്ലായിരുന്നു എന്നാണ്. ജുർഹും ഗോത്രത്തെക്കുറിച്ചൊക്കെ പറയപ്പെടുന്നത്, അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ ഗോത്രത്തെക്കുറിച്ചൊക്കെ പറയപ്പെടുന്നത് അവർ അറബികളാക്കപ്പെട്ട ഗോത്രമായിരുന്നു. അറബികൾ 2 വിധത്തിലുണ്ട്, അറബുൻ ആരിബ, അറബുൻ മുസ്തഅരിബ. തനി അറബികളുണ്ട്, അറബി പഠിച്ച അറബികളായവരുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ ഗോത്രം, ജുർഹും ഗോത്രത്തെക്കുറിച്ച് പറയുന്ന അവർ അറബുൻ മുസ്തഅരിബയാണ്. അവരിൽ നിന്ന് ഏകദൈവത്വത്തിൻ്റെ കേന്ദ്രമായി അവിടെ നിന്നിങ്ങനെ പോയ ഒരു സ്ഥലത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ ലോകത്ത് ഞാൻ അംർ ഇബ്നു ലുഹയ്യിനെ കുറിച്ച് എനിക്ക് കാഴ്ച കാണിക്കപ്പെട്ടു. അംർ ഇബ്നു ലുഹയ്യ് മക്കക്കാരിലെ പ്രമാണിയായ ഒരാളായിരുന്നു. ഷാമിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു ആശയമാണ് അവിടെ അന്ന് ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മികച്ച വിഗ്രഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. എല്ലാ തരത്തിലുമുള്ള ഒരു പാപഭാരം അംർ ഇബ്നു ലുഹയ്യിനെത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്. അവിടെ നിന്ന് വന്ന ആദ്യത്തെ വിഗ്രഹം ഹുബുൽ, ഒരു 4-4.5 മീറ്ററോളം പൊക്കമുള്ളൊരു വിഗ്രഹമായിരുന്നു ഹുബുൽ എന്നാണ്. അദ്ദേഹത്തിന് കാണിക്കപ്പെട്ട ഒരുപാട് ചിന്തകൾ, ഒരു മനുഷ്യൻ്റെ ഒരു ചിന്ത മതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അടുത്തുള്ള കുറേ വർത്തമാനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരാൾ വിചാരിച്ച സമൂഹത്തെ വഴിതെറ്റിക്കാൻ പറ്റുമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ വിചാരിച്ചിട്ട് തന്നെയല്ലേ ഒരു സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ കുറച്ച്. ഒരാൾ വിചാരിച്ചാൽ മതി.
ഒരാൾ വിചാരിച്ചാൽ ഒരു സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിക്കാം. അയാൾക്ക് വേണ്ടി സ്തുതി പാടാനും അയാൾക്ക് വേണ്ടി ഓശാന പാടാനും അയാൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്ത കാര്യം. സമൂഹത്തിൻ്റെ നേതാക്കളായി മനസ്സിലാക്കപ്പെടുന്നവർ യഥാർത്ഥ വഴിയിലല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർ അവരെങ്ങനെയാണോ അതിനേക്കാൾ കൂടിയ മുഴത്തിൽ അവർ സഞ്ചരിക്കാനാണ് സാധ്യത. അങ്ങനെയാണ് ഇവിടെ ഹുബിൽ കൊണ്ടുവന്നപ്പോൾ നൂഹ് നബിയുടെ കാലത്ത് അന്ന് ആ സമൂഹങ്ങൾ കരുതി അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ, വദ്, സുവാ, യൗക്ക്, യൗസ്, നസ്ർ എന്നൊക്കെ പറയുന്ന വിശുദ്ധ ഖുർആൻ പറയുന്ന 5 വിഗ്രഹങ്ങളെ മക്കയിലെ ഓരോ ഗോത്രക്കാരും പുനർനിർമ്മിക്കാൻ തുടങ്ങി. ഇത് നൂഹ് നബിയുടെ കാലത്ത് വിഗ്രഹങ്ങൾ ഇവിടെ വരാൻ തുടങ്ങിയത്. മനാത്തയും ലാത്തയും ഉസ്സയും ഒക്കെ ഏറ്റവും വലിയ ബൈത്തുൽ ഉസ്സ എന്നറിയപ്പെട്ടിരുന്ന വലിയൊരു ഇത് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തകർക്കാൻ വേണ്ടിയിട്ട് ഖാലിദ് ബിൻ വലീദിനെ വിടുന്ന സ്ഥലം ഈ ഉസ്സയുടെ ബൈത്താണ്. അപ്പോൾ അത്രമാത്രം വലിയ ഏകദൈവത്വത്തിൻ്റെ കേന്ദ്രം ഷിർക്കിൻ്റെ കൊടിയ കൂടാരമായി നിൽക്കുന്നു. അതുപോലെ തന്നെ ലോകത്തെ എല്ലാ വ്യാപാര കേന്ദ്രങ്ങളുടെയും ബന്ധമുള്ളൊരു പ്രദേശമായി മക്ക മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ അബ്രഹത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കഅബ തകർക്കാൻ വേണ്ടി വന്നു എന്ന് മാത്രമാണ് പറയാറുള്ളത്. അങ്ങനെ മാത്രമല്ല, അത് ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തെ തങ്ങളുടെ കീഴിലാക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്ത് വരികയാണ് ചെയ്യുന്നത്. അബ്രഹത്ത് നശിക്കപ്പെട്ടിട്ടും നമ്മൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീലിൽ പറയുന്ന ഈ അബ്രഹത്ത് ഉണ്ടല്ലോ, അബ്രഹത്ത് നശിപ്പിക്കപ്പെട്ടിട്ടും അവിടെ പിന്നീട് അബ്രഹത്തിൻ്റെ മകൻ അപ്പുറത്ത് ഭരണം തുടരുന്നുണ്ട് യമനിൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ലോകത്തെ എല്ലാ പ്രദേശങ്ങളോടും ബന്ധമുള്ള, പേർഷ്യക്കാരോട് ബന്ധമുള്ള, റോമക്കാരോട് ബന്ധമുള്ള, മദീനക്കാരും വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ബന്ധമുള്ള സഖ്യകക്ഷികളായി തന്നെ പ്രവർത്തിക്കാവുന്ന ഒരു ഘട്ടത്തിലാണ് ആ സ്ഥലത്ത്, പ്രത്യേകിച്ചും ലോകത്തിൻ്റെ കേന്ദ്രമായി തന്നെ മക്ക മാറുന്നൊരു ഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വരുന്നത്. നിങ്ങൾ അന്നത്തെ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അന്ന് റോമൻ സാമ്രാജ്യത്തിൻ്റെ പകുതി നശിച്ചൊരു കാലം, ക്ഷയിച്ചൊരു കാലം. അന്ന് റുമാനിയ ഷർഖിയ എന്നാണ് അതിനെക്കുറിച്ച് അറിയപ്പെടുന്നത്. കിഴക്കൻ റോമാ സാമ്രാജ്യം എന്ന് പറയാം, ബൈസന്റിയൻ സാമ്രാജ്യം എന്നതിന് പേരുണ്ട്. അന്ന് അതിന് 3 തലസ്ഥാനങ്ങളാണ് പ്രധാനപ്പെട്ടുള്ളത്. ഒന്ന് അത് ഇസ്തംബൂളാണ്, കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്നത്തെ ഇസ്താംബൂൾ. അത് കേന്ദ്രീകരിച്ചാണ് യൂറോപ്പിൻ്റെ ഭരണം ഉണ്ടായിരുന്നത്, റോമൻ എംപയറിൻ്റെ. അതുപോലെ തന്നെ ബിലാദു ഷാമിൻ്റെ കേന്ദ്രീകരണം ദമാസ്കസ് കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത്, അതായത് റോമാ സാമ്രാജ്യത്തിൻ്റെ. അതുപോലെ തന്നെ അലക്സാണ്ട്രിയ കേന്ദ്രീകരിച്ചായിരുന്നു നോർത്തേൺ ആഫ്രിക്കയുടെ ഭരണം റോമൻ സാമ്രാജ്യം നടത്തിയിരുന്നത്. അവരുടെ ആത്മീയ കേന്ദ്രമായിരുന്നു, ആത്മീയ തലസ്ഥാനം ഖുദ്സായിരുന്നു, ജെറുസലേമായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലും ഇസ്ലാമും ഒന്നും ലോകത്തോടൊരു ബന്ധമില്ലാതെ എവിടെയോ ഇങ്ങനെ ജനിച്ച് ഇങ്ങോട്ട് വന്ന് കുറച്ച് നിസ്കാരവും നോമ്പോയിട്ട് ഇങ്ങനെ പോകുന്നൊരു സാധനം ഇങ്ങനെയല്ല. ഈ ലോകത്തിൻ്റെ സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ, സാർവദേശീയ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായൊരു സാഹചര്യത്തിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ദൗത്യം തന്നെ നിർവഹിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നടത്തേണ്ടി വരുന്ന സംസാരങ്ങളിൽ, അദ്ദേഹം നിയോഗിച്ചയക്കുന്ന വ്യത്യസ്തമായ സംഘങ്ങളിൽ, അല്ലേ, അന്നത്തെ 5 സാമ്രാജ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടുള്ളത്. അന്നത്തെ 5 സാമ്രാജ്യങ്ങളിൽ ഒന്ന് പേർഷ്യൻ സാമ്രാജ്യമാണ്, മറ്റൊന്ന് റോമൻ സാമ്രാജ്യമാണ്, മറ്റൊന്ന് ഹബിഷയാണ്, എത്യോപ്യയാണ്, മറ്റൊന്ന് ഇന്ത്യയാണ്, മറ്റൊന്ന് ചൈനയാണ്. ലോകത്ത് അന്ന് 5 സാമ്രാജ്യങ്ങളേ ഉള്ളൂ. ഈ സാഹചര്യങ്ങളിൽ ലോകത്തോട് പിന്നീട് നിങ്ങൾ എടുത്തു നോക്കുക, ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച ഈ പാഠങ്ങളെ പിന്നീട് സ്വഹാബികൾ, താബിയുകൾ, പിന്നീട് വരുന്ന ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ തുടർച്ചയിൽ ലോകത്ത് നമുക്ക് പോലും എത്തിയ ഇസ്ലാമിൽ അന്നത്തെ ഈ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ വലിയ കാരണങ്ങളെ നമുക്ക് ചികഞ്ഞെത്താൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഖുറൈശികൾക്ക് ലഭിച്ച ഈ വലിയ മേധാവിത്വം മുന്നിൽ വെച്ചുകൊണ്ട്, ഇതാ നിങ്ങളിൽ നിന്നൊരു റസൂൽ, നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റൂല. കാരണം നിങ്ങൾ ഖുസൈ ഇബ്നു കിലാബിനെ അംഗീകരിച്ചവരാണ്, നിങ്ങൾ ഹാഷിബിന് അബ്ദു മനാഫിനെ അംഗീകരിച്ചവരാണ്, നിങ്ങൾ അബ്ദുൽ മുത്തലിബിനെ അംഗീകരിച്ചവരാണ്. അങ്ങനെയെങ്കിൽ ഇതാ അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് നിങ്ങളിൽ സ്വീകാര്യനായി, അൽ അമീൻ എന്നുള്ള പേരുമായി 40 വയസ്സോളം നിങ്ങളിൽ സർവ്വസ്വീകാര്യനായി നിന്ന ഒരു റസൂൽ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ. അതുകൊണ്ടാണ് അവരുടെ ദുഷ്ടലാക്കിനെയോ അതല്ലെങ്കിൽ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ പറഞ്ഞത്.
ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര ഇലാഹുണ്ട്? അപ്പോൾ പറയുന്നുണ്ട് 7 എണ്ണം. 6 എണ്ണം ഭൂമിയിൽ, 1 എണ്ണം ആകാശത്ത്. ആരോടാണ് പ്രാർത്ഥിക്കുക? നിനക്ക് രോഗം വന്നാൽ ഫൈദാ മരിദ് ഫലിമൻ തദൂ, നീ ആരോടാണ് പ്രാർത്ഥിക്കുക? ഫിസ്സമ, ആകാശത്തുള്ളത്. നിനക്ക് വിശന്നാൽ ഇതാ ജുഅത്, നീ വിശന്നാൽ ആരോടാണ് ചോദിക്കുക? ആകാശത്തുള്ളത്. ഇതൊക്കെ മക്കൾക്കാർക്ക് അറിയാം. പക്ഷേ കുറേ വിഗ്രഹങ്ങളെ അവരുടെ രാഷ്ട്രീയ ബന്ധത്തിൽ കൂടി അധിഷ്ഠിതമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഇലാഹാണെന്നല്ല പറഞ്ഞത്. ലാ ഇലാഹ, ഈ അള്ളാഹ് അല്ലാതെ വേറെ ഇലാഹില്ല. അള്ളാഹ് ഇലാഹാണെന്ന് അംഗീകരിക്കാൻ മക്കൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം മക്കൾക്കാർക്ക് അറിയാം അള്ളാഹ് ഇലാഹാണെന്ന്. അവരെന്നെ പറയുന്നുണ്ട് ലാ യഖൂലുന്നല്ലാഹ്, അവർ തന്നെ പറയും അള്ളാഹാണ് ഇലാഹ്. പക്ഷേ ഈ ഇലാഹുകളൊന്നുമില്ല കേട്ടോ, ബാക്കിയുള്ളവർക്കൊന്നും ഒരു സ്ഥാനമില്ല. ഖുറൈശി നേതാക്കളുടെ പ്രശ്നം അതായിരുന്നു. തങ്ങളുടെ കഅബയുടെ സൂക്ഷിപ്പുകാരായി മനസ്സിലാക്കപ്പെട്ട കൂട്ടത്തിൽ ഈ വിഗ്രഹങ്ങളുടെ കൂടി സൂക്ഷിപ്പുകാരായിട്ടാണ് അവരെ മനസ്സിലാക്കിയിരുന്നത്. ഈ ഗോത്രങ്ങൾ തങ്ങളെ അംഗീകരിച്ചു പോരുന്നത് ഈ ഗോത്രങ്ങളുടെ കുലദേവതകളെ മക്കയിൽ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായി കൂടി തരുന്ന അംഗീകാരമായിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. തങ്ങളുടെ വ്യാപാര ബന്ധം ഈ പേരിൽ നഷ്ടപ്പെടുമോ എന്നുള്ള പ്രശ്നം അവർക്കുണ്ടായിരുന്നു. ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യം ഉണ്ടാകുന്നത്. ഇവിടെ മുതൽ നമുക്ക് ചരിത്രമൊക്കെ അറിയാം. പക്ഷെ നമ്മൾ പറയേണ്ടത്, നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഖുറൈശിയായി മക്കയിൽ അബ്ദുള്ളയുടെ പുത്രനായി അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയായി ജനിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണമാണ്. തീർച്ചയായും മഅരിഫത്തുർ റസൂൽ, റസൂലിനെ അറിയുക. നമ്മൾ പഴയ കാലത്തുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഉദറുകളുണ്ട്. പക്ഷെ നമുക്കൊക്കെ ഇപ്പോൾ വായിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരുപാട് പുസ്തകങ്ങളും അതുപോലെ തന്നെ വിവർത്തനങ്ങളൊക്കെ തന്നെ മലയാളത്തിലൊക്കെ ലഭ്യമായൊരു കാലമാണ്. റസൂലിനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ആ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ബോധവാന്മാരാകാനൊക്കെയുള്ള ഒരു വലിയൊരു ബാധ്യത, മഅരിഫത്തുർ റസൂൽ എന്നുള്ള ഒരു റസൂലിനോടുള്ള ബാധ്യത കൂടി നമുക്ക് യഥാവിധം നിർവഹിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മാനസികമായ വിശാലത നൽകി, അതിനുള്ള അറിവ് നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ അഹദ് അൽ ഫർദ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله وإماء الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രേം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന്, തഖ്വയുള്ളവരായി തീരണമെന്ന് എന്നെയും ഞങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഈ മഹലിൻ്റെ ആദ്യകാല, ഈ പള്ളിയുടെ ആദ്യകാല കമ്മിറ്റി മെമ്പർ കൂടിയായിരുന്ന നമ്മുടെ പട്ടിക്കാട് സ്വദേശി പ്രൊഫസർ മുഹമ്മദ് സാഹിബ് കഴിഞ്ഞ ദിവസമാണ് അള്ളാഹുവിലേക്ക് യാത്രയായത്. ഈ പ്രദേശത്ത് ആദ്യകാലത്ത് ഇതിൻ്റെ ഒരു മുൻനിരയിലുണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇസ്ലാമികമായ പ്രബോധന രംഗത്ത്, സേവന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ നിറഞ്ഞു നിന്നിരുന്നൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാന കാലത്ത് ഉണ്ടായിരുന്നത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, പ്രയാസങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മുൻഗാമികളായി നന്മയുടെ മാർഗത്തിൽ വഴി നടന്ന എല്ലാവർക്കും അള്ളാഹു അവരുടെ സ്വർഗീയ അനുഭൂതികളുള്ള ബർസഖി ജീവിതം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മയും എല്ലാം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات.
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم انصر إخواننا بأرض فلسطين بأرض غزة بنصرك العزيز على القوم الكافرين اللهم دمر أعداءنا أعداءك أعداء الدين اللهم زلزل أقدامهم اللهم فرق جمعهم اللهم هدم حصونهم يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين قوموا للصلاة